ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ വെർജ് ഓഫ് ഡെത്ത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കഥ തുടങ്ങുന്നത് 2001 നമ്മുടെ ഈ കഥയിലെ നായിക തന്റെ സുഖമില്ലാതെ കിടപ്പിലായ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് മുറിയിലേക്ക് കയറി ചെന്നു. നാദിയ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ന് ന്യൂ ഇയർ ഈവ് അല്ലേ, നമുക്ക് ആഘോഷിക്കണ്ടേ? എത്ര വർഷമായി അമ്മ ഈ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇത് കേട്ടതും മിർന ആകെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. എന്നാ ഒരു കാര്യം മാത്രമാണ് മിർന തന്റെ മകളോട് പറയുന്നത്. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അച്ഛൻ എന്ത് പറഞ്ഞാലും അത് പറ്റില്ല എന്ന് പറയരുത്. അതിന് നാദിയും അതിനെന്താ ഞാൻ അനുസരിക്കാലോ എന്ന് പറഞ്ഞതും അടുത്ത സെക്കൻഡിൽ തന്നെ മിർന ബ്ലഡ് വോമിറ്റ് ചെയ്ത് ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. ഈ ഒരു കാഴ്ച കണ്ട് ആകെ പേടിച്ചു പോയ നാദിയ അലറിക്കരഞ്ഞോണ്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് നാദിയയുടെ അച്ഛനും ചേട്ടനും ആ മുറിയിലേക്ക് ഓടിയെത്തി. സുയാറ്റോയ്ക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. കുട്ടികളാകെ കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അമ്മയ്ക്ക് മരുന്ന് കൊടുക്ക്, നമുക്ക് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ സുയാറ്റോ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. നിങ്ങള് അമ്മയോടൊപ്പം തന്നെ ഇരിക്കാൻ പറഞ്ഞ് അയാള് തന്റെ വർക്കിംഗ് റൂമിലേക്ക് ഓടിക്കേറി. സുയാറ്റോ ആ മുറിക്കകത്തേക്ക് കയറി ഉറക്കെ കരയുന്നുണ്ട്. അവളെ ഇങ്ങനെ ശിക്ഷിക്കരുത്, അവളെ നീ വെറുതെ വിട്. സുയാറ്റോ കരഞ്ഞോണ്ട് ഇങ്ങനെ പിറുപിറുക്കുന്നത് മുറിക്ക് വെളിയിൽ നിന്നോണ്ടിരുന്ന യോഗ കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി യോഗയും നാദിയും ജനാല വഴി വീടിന് വെളിയിലേക്ക് നോക്കിയിരുന്ന് ഒത്തിരി സങ്കടത്തിലാണ്. വെളിയിലെ കുട്ടികളൊക്കെ കളിച്ച് ചിരിച്ച് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് സുഖമില്ലാതാവുന്നതിന് മുൻപ് ഈ കുടുംബം അത്രയും സന്തോഷത്തിലായിരുന്നു. ഇവരങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുക്കളയെന്ന് മിർന തന്റെ മക്കളെ വിളിക്കുന്നത്. ഇതവർക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. മിർന രാവിലെ കണ്ടതുപോലെയല്ല, അമ്മയുടെ ആരോഗ്യം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ആ സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം തന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഫുഡ് ഉണ്ടാക്കി. ഈ ഒരു കാര്യം കണ്ട് സുയാറ്റോയും ഒത്തിരി സന്തോഷത്തിലാണ്. തന്റെ പ്രാർത്ഥന ഫലിച്ചല്ലോ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഫാമിലി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, പരസ്പരം ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അമ്മയെ കൂട്ടി നാളെ പുറത്തേക്കൊക്കെ കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. എന്നാൽ ആ ഒരു സന്തോഷം നമുക്ക് മിർനയുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ നിഴല് ഒരു കറുത്ത പുക പോലെ നീങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല. മിർന ഒന്നും തന്നെ മിണ്ടാതെ കിച്ചണിലേക്ക് എണീറ്റ് പോയി. ഈ ഒരു കാര്യം അവരാരും തന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന നാദിയ വെള്ളം തീർന്നു പോയെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നത്. എന്നാ നാദിയ കിച്ചണിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് മിർന തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് തലയിട്ട് ജീവന് വേണ്ടി പെടയുന്നതാണ്. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് നാദിയ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. സുയാറ്റോ എത്ര തന്നെ ആ സ്ത്രീയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാലും മിർന ഗ്യാസ് സ്റ്റവിൽ അങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാണ്. പിന്നെ ഒരു കണക്കിന് ആ സ്ത്രീയെ പിടിച്ചു മാറ്റി. അവരെ വേഗം തന്നെ അമ്മയെ കാറിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവർ ആ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ വീടിന്റെ മുകൾ നിലയിലെ കൊമ്പൊക്കെയായിട്ട് ഭീമാകാരമായിട്ടുള്ള ഒരു കറുത്ത രൂപം. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അന്ന് രാത്രി സുയാറ്റോയ്ക്ക് തന്റെ വൈഫിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മിർനയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സുയാറ്റോ ഇപ്പോൾ ടൗണിലെ പുതുതായിട്ടൊരു ഷോപ്പ് തുടങ്ങി. ഷോപ്പിലെ അത്യാവശ്യം തിരക്കും കച്ചവടമൊക്കെ ഉണ്ട്. അതായത് മറ്റുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്ന എല്ലാവരും സുയാറ്റോന്റെ ഷോപ്പിലേക്കാണ് വരുന്നത്. അത് കണ്ട് അയാൾക്കും ജോലിക്കാർക്കും ഒത്തിരി സന്തോഷമായി. അതേസമയം ഇവിടെ നാദിയ തന്റെ സഹോദരനെ തെരഞ്ഞ് അവന്റെ മുറിയിലേക്ക് ചെന്നപ്പോ യോഗയെ മുറിയിൽ കാണാനില്ല. വീട്ടിലിപ്പോഴും അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ആ ജോലിക്കാരൻ പറയും, ദേ അവൻ ആ തൊട്ടടുത്ത മുറിയിലുണ്ട്. നാദിയ അങ്ങനെ സഹോദരനെ വിളിച്ച ആ മുറിയിലേക്ക് ചെല്ലുമ്പോ അവനാകെ സങ്കടപ്പെട്ട് താഴേക്ക് നോക്കിയിരിക്കുകയാണ്. കാരണം ഈ മുറിയിലാണ് അവരുടെ അമ്മ ഒത്തിരി വേദനകൾ അനുഭവിച്ചിരുന്നത്. അതിന് കാരണക്കാരൻ അച്ഛനാണെന്നാണ് യോഗ ചിന്തിക്കുന്നത്. അതെന്താന്ന് വെച്ചാല് മിർന അസുഖം ബാധിച്ച് ഒരുപാട് വർഷം ഈ വീട്ടിൽ തന്നെയായിരുന്നില്ലേ. ഒരിക്കൽ പോലും സുയാറ്റോ തന്റെ വൈഫിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ദേഷ്യം അവൻ അച്ഛനോടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ നാദിയ പെട്ടെന്ന് വിഷയം മാറ്റി സംസാരിക്കാൻ തുടങ്ങി. നീ ഇവിടെ ചുമ്മാതിരിക്കല്ലേ, നിനക്ക് എന്നെ ഹോംവർക്ക് ചെയ്യാൻ സഹായിച്ചൂടെ? എന്നാലും യോഗ അനീതി പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. അവൻ വീണ്ടും അമ്മയുടെ ബ്ലഡ് വീണ തറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നിന്നോട് ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞ് നാദിയ പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് യോഗ
അവൻ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന ടൈൽസ് അത് അനങ്ങുന്നത് പോലെ അവന് തോന്നി. എന്നാൽ അത് യോഗയ്ക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നാദിയ തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ യാതൊന്നും തന്നെ കാണാനില്ല. അവൻ ആ ഇളകി വന്ന ടൈൽസ് എടുത്തു മാറ്റി നോക്കുമ്പോ താഴേക്കൊരു അറയുണ്ട്. അതിനകത്തു നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. അവനത് എന്താണെന്നറിയാനായിട്ട് ആ ഒരു അറയിലേക്ക് തലയിട്ട് നോക്കി. പെട്ടെന്ന് 2 പ്രേത കൈകൾ വന്ന് അവനെ അതിനകത്തേക്ക് പിടിച്ചു വലിക്കാൻ തുടങ്ങി. യോഗ ഇങ്ങനെ മരണഭയത്തില് താഴെ കിടന്ന് പെടയുന്നുണ്ട്. നാദിയയ്ക്ക് ഈ പ്രേതത്തിനെ ഒന്നും കാണാൻ വയ്യ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവൾക്ക് യാതൊരു പിടുത്തവുമില്ല. അപ്പോഴേക്കും ജോലി കഴിഞ്ഞ് സുയാറ്റോ വീട്ടിലേക്ക് തിരിച്ചെത്തി. അയാൾ ഈ ബഹളമൊക്കെ കേട്ട ആ മുറിയിലേക്ക് ചെന്നപ്പോ യോഗ ആകെ ദേഷ്യം പിടിച്ച ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നാദിയോട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അവൾ ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അച്ഛനോട് പറയില്ല. അന്ന് രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് യോഗ തനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് എന്റെ അമ്മയുണ്ടാക്കി തരുന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങളാണ് എന്റെ അമ്മ മരിക്കാൻ കാരണം. ഇത്ര പണം ഉണ്ടായിട്ടും അമ്മയെ ചികിത്സിച്ചില്ല. ഈ അഴുക്കും പൊടിയും പിടിച്ച വീട്ടിൽ നിന്ന് മാറി താമസിച്ചില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് യോഗ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. എന്നാൽ സുയാറ്റോയ്ക്ക് ഇതൊന്നും തന്നെ കേട്ടോണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ആ ദേഷ്യത്തില് തന്റെ മകനെ തല്ലി. നാദിയ ഇത് കണ്ടാകെ ഷോക്കായി. അച്ഛൻ ആദ്യമായിട്ടാണ് യോഗയെ തല്ലുന്നത്. അന്ന് പാതിരാത്രിയായിട്ടും നാദിയയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരാതെ യോഗയുടെ മുറിയിലേക്ക് ഉറങ്ങാനായിട്ട് വന്നു. കാരണം അച്ഛൻ അവനെ തല്ലിയത് നാദിയയ്ക്ക് ഒത്തിരി സങ്കടമായി. നാദിയ ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്, ഇനി അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, അത് അമ്മയ്ക്കിഷ്ടമല്ല. ഇത് പറഞ്ഞ് നാദിയ നല്ല ഉറക്കത്തിലായി. എന്നാൽ ഈ സമയത്ത് യോഗയ്ക്ക് മാത്രം അവന്റെ അമ്മയുടെ ശബ്ദം കേൾക്കാം. മിർന അവന്റെ പേര് വിളിക്കുന്നത് പോലെ. നാദിയ എണീക്ക്, നിനക്ക് അമ്മ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? നാദിയ ആ സമയം നല്ല ഉറക്കത്തിലാണ്. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് അവള് വീണ്ടും പൊതച്ചു മൂടിക്കിടന്നു. എന്നാൽ അവൻ ഇപ്പോഴും അമ്മയുടെ ശബ്ദം കേൾക്കാം. അവൻ മുറിക്ക് പുറത്തേക്ക് ചെന്ന് നോക്കിയെങ്കിലും പുറത്താരെയും കാണാനില്ല. എന്നാൽ ആ സമയത്താണ് ഒരു കൊച്ചു പെൺകുട്ടി അതുവഴി ഓടിപ്പോകുന്നത്. ഇനി തനിക്ക് തോന്നിയതാണോ എന്ന് ചിന്തിച്ച് അവൻ തിരിച്ച് മുറിയിലേക്ക് നടക്കുന്ന നേരത്ത് പെട്ടെന്ന് കിച്ചണിലെ ലൈറ്റ് തനിയെ ഓണായി. ആകെ കൺഫ്യൂസ് ആയ യോഗ കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോ അവന്റെ അമ്മ മുന്നത്തെ പോലെ തന്നെ തിളച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവനിത് വിശ്വസിക്കാനേ വയ്യ. താൻ ഈ കാണുന്നത് സത്യമാണോന്ന് പോലും യോഗയ്ക്ക് പിടുത്തമില്ല. അവൻ അമ്മയെ ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും യാതൊരു അനക്കവുമില്ല. ഇത് ശരിക്ക് തന്റെ അമ്മ തന്നെയാണോ? യോഗ ആ സ്ത്രീയെ പിന്നിൽ നിന്ന് തൊട്ടു വിളിച്ചു. അപ്പൊ തന്നെ ആ പ്രേതത്തിന്റെ തല പിന്നിലേക്ക് ഒടിഞ്ഞു വീണു. അവനാകെ പേടിച്ച് വിറച്ച് പിന്നിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ പ്രേതത്തെ അവിടെ കാണാനില്ല. ഈ കാഴ്ച കണ്ട് അവനാകെ കിളി പാറി നിൽക്കുന്ന നേരത്താണ് സുയാറ്റോ കിച്ചണിലെ ലൈറ്റ് കണ്ട് അങ്ങോട്ട് വരുന്നത്. യോഗ വേഗം തന്നെ കിച്ചണിലെ ഒരു കബോർഡിൽ ഒളിച്ചിരുന്നു. ഇല്ലെങ്കിലേ ഇനി അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയാലോ എന്ന് പേടിച്ച് സുയാറ്റോ നേരെ കിച്ചണിലേക്ക് വന്ന് ഒരു വലിയ കത്തിയെടുത്ത് കിച്ചണിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ നിന്ന് പോയി. യോഗ വേഗം തന്നെ ഒന്നും അറിയാത്തതുപോലെ ബെഡിൽ വന്ന് കിടന്നു. താൻ എന്തിനാ അച്ഛനെ ഇത്രയധികം പേടിക്കുന്നത്? അത് അവന് പോലും അറിയില്ല. എന്തോ പന്തികേട് തോന്നിയ യോഗ അച്ഛൻ അറിയാതെ സുയാറ്റോ ചെയ്യുന്നതൊക്കെ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. സുയാറ്റോ ഈ നട്ടപ്പാതിരിക്ക് ഒരു ആടിനെയും കൊണ്ട് അയാളുടെ വർക്ക് റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവൻ അതിനകത്ത് അങ്ങനെ എന്താണെന്നറിയാനായിട്ട് ആ സീക്രട്ട് ഡോറിന്റെ കീ ഹോൾ വഴി അകത്തേക്ക് നോക്കി. യോഗ അതിനകത്ത് എന്തിനെയോ കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മളെ ഇപ്പൊ കാണിക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. ആ വീട്ടിൽ ഇപ്പോഴും അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാദിയും യോഗയും ഇപ്പൊ കുറച്ച് വലിയ പിള്ളേരായി. നാദിയ സഹോദരന്റെ കയ്യിലെ മുറിവുകളൊക്കെ വെച്ചു കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതേ മുറിവുകൾ തന്നെയാണ് അവരുടെ അമ്മയുടെ ദേഹത്ത് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് യോഗ താനെന്ന് 9 വർഷങ്ങൾക്ക് മുൻപ് ആ മുറിക്കകത്ത് കണ്ട കാര്യങ്ങള് നാദിയോട് പറയുന്നുണ്ട്. കാരണം നാദിയയ്ക്ക് താൻ പറയുന്ന കാര്യങ്ങള് മനസ്സിലാവുന്ന പ്രായമായി എന്നവന് തോന്നി. താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, താൻ ഇതൊക്കെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞ് അത് സത്യമാണെന്ന് തെളിയിക്കാനായിട്ട് അന്ന് പാതിരാത്രി അവൻ തന്റെ സഹോദരിയെ കൂട്ടി ആ സീക്രട്ട് ഡോറിന്റെ അടുത്തേക്ക് പോയി. അന്ന് യോഗ എന്താണോ കണ്ടു പേടിച്ചത് അതുപോലെ തന്നെ നാദിയും ആ മുറിയിലെ കാഴ്ച കണ്ട് ആകെ തരിച്ചുപോയി. സുയാറ്റോ ആടിന്റെ സ്കള്ള് കൊണ്ട് എന്തൊക്കെയോ ഡാർക്ക് റിച്വൽസ് ഒക്കെ ചെയ്യുന്നു. ആടിനെ ജീവനോടെ കഴുത്തറുത്ത് അതിന്റെ ബ്ലഡും അയാളുടെ ബ്ലഡും കൂടി കുടിക്കുന്നുണ്ട്. അയാൾക്ക് ചുറ്റും നിറയെ ഈച്ചകൾ പറക്കാണ്. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സുയാറ്റോ ആ ആടിന്റെ തല അവരുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടാണ്. നാദിയയ്ക്കാണെങ്കില് അത് യോഗയെ പോലെ കണ്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അവള് നേരെ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, പാപ്പ ഇതൊക്കെ എന്താ, എനിക്കിതിന്റെയൊക്കെ സത്യം അറിയണം. നാദിയ എത്രയൊക്കെ തന്നെ കരഞ്ഞ് ബഹളം വെച്ചിട്ടും സുയാറ്റോ സത്യങ്ങൾ പറയാൻ തയ്യാറായില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന യോഗ എന്താ ചെയ്യാന്ന് വെച്ചാല് അച്ഛന്റെ ആ റിച്വൽസ് ഒക്കെ ചെയ്യുന്ന മുറിയിലേക്ക് ഓടി, അതൊക്കെ നശിപ്പിക്കാനായിട്ട്. കാരണം 9 വർഷങ്ങളായിട്ട് അവൻ ഈ ഒരു കാര്യം ആരോടും പറയാനാവാതെ അത്രയും കഷ്ടപ്പെട്ട്
കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം സുയാറ്റോ മകനെ തടയുന്നുണ്ട്. അങ്ങനെ ഒടുക്കം വേറെ വഴിയില്ലാതെ സുയാറ്റോ എല്ലാ സത്യങ്ങളും തന്റെ മക്കളോട് തുറന്നു പറയാൻ തുടങ്ങി. സുയാറ്റോ വളരെ പാവപ്പെട്ട ചെറുകിട വ്യാപാരിയായിരുന്നു. അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു അന്ന് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. താമസിക്കാൻ വീടില്ല, കച്ചവടമൊന്നും അത്രയ്ക്കൊന്നും നടന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കാണ് ഒരാള് സുയാറ്റോയ്ക്ക് ഇവരിപ്പൊ താമസിക്കുന്ന ഈ ഒരു വീട് ഫ്രീ ആയിട്ട് താമസിക്കാനായിട്ട് കൊടുക്കുന്നത്. അതായത് സുയാറ്റോ ഈ വീടിന്റെ കെയർ ടേക്കർ ആയിരിക്കും. അവന്റെ കുടുംബത്തിന് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. സുയാറ്റോ പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. തന്റെ കുടുംബത്തെയും കൊണ്ട് ആ പഴയ വീട്ടിലേക്ക് താമസം മാറി. അന്ന് ആ വീട്ടിലേക്ക് താമസം മാറുമ്പോ സുയാറ്റോ ഏതൊരു അച്ഛനെ പോലെയും തന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് ഉറങ്ങാനായിട്ട് നല്ല വീട് വേണം, ഇങ്ങനൊക്കെ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ സുയാറ്റോ ചിന്തിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷത്തിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ അതുകൊണ്ടൊന്നും സുയാറ്റോ തൃപ്തനായില്ല. അയാളുടെ അത്യാഗ്രഹത്തിന് വേണ്ടി ആടിന്റെ തലയുള്ള സാത്താനെ ആരാധിക്കാൻ തുടങ്ങി. സാത്താനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. സാത്താനെ പ്രീതിപ്പെടുത്താനായിട്ട് കറുത്ത നിറത്തിലുള്ള ആടിനെ ബലി കൊടുക്കണം. അങ്ങനെ പോകെ പോകെ സുയാറ്റോയ്ക്ക് ഒത്തിരി സമ്പത്ത് വന്നു. കച്ചവടം മെച്ചപ്പെട്ടു. കാര്യങ്ങള് അയാള് വിചാരിച്ചതുപോലെ നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുയാറ്റോ ഉറക്കത്തിൽ നിന്ന് എന്തോ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ് നോക്കുമ്പോ താൻ കണ്ട അതേ സ്വപ്നം കണ്ട് പേടിച്ചു വരച്ച് മിർന ആ മുറിയിലെ ഒരു മൂലക്കിരിക്കുന്നുണ്ടാവും. ഇത് കണ്ട് ആകെ വെപ്രാളപ്പെട്ട് അയാൾ ഭാര്യയോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി? അതിനെ വൈഫ് പറയും, താൻ അതിനെ കണ്ടു, താൻ ആ സാത്താനെ കണ്ടു. ആ സാത്താനെ ബലിയായിട്ട് വേണ്ടത് ആടിനെയല്ല, ഇവരുടെ മൂത്ത മകനായിട്ടുള്ള യോഗയാണ്. അയാൾ ആ സാത്താനെ ആരാധിക്കാനായിട്ട് തുടങ്ങിയത് അതിനെ മൃഗങ്ങളെ മതി എന്ന് കരുതിയാണ്. അത് തന്റെ കുടുംബത്തെ ദ്രോഹിക്കുമെന്ന് അയാള് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ആ സാത്താനുമായുള്ള ഉടമ്പടി തെറ്റിച്ചു കഴിഞ്ഞാൽ മരണം മാത്രമേ അവരെ കാത്തിരിക്കുന്നുള്ളൂ. ഈ ഒരു നിമിഷം മിർന ഒരു തീരുമാനമെടുത്തു. എന്ത് വന്നാലും നമ്മുടെ മക്കളെ സേഫ് ആക്കണം. ഒരു കാരണവശാലും കുട്ടികള് ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ പേടിച്ച് ജീവിക്കേണ്ടി വരും. മിർന ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷമാണ് ആ സ്ത്രീക്ക് അസുഖം ബാധിച്ച് കിടപ്പിലായത്. ഏകദേശം 10 വർഷത്തോളം. അതൊരു ശാപമായിരുന്നു. അതുകൊണ്ടാണ് സുയാറ്റോ തന്റെ വൈഫിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാതിരുന്നത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ യോഗയ്ക്ക് തന്റെ ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിഞ്ഞില്ല. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്, നിങ്ങളുടെ അത്യാഗ്രഹമാണ്. ഇനി ഇതിവിടെ തുടരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് യോഗ ആ മുറിയിലുണ്ടായിരുന്ന ആടിന്റെ കണ്ണെടുത്ത് താഴേക്കെടുത്ത ഒരൊറ്റയേറാണ്. അയാള് മകനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യല്ലേ, അത് തെറ്റാന്നൊക്കെ പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ കരയുന്നുണ്ട്. എന്നാ അടുത്ത സെക്കൻഡിൽ തന്നെ ആ വീട്ടിലെ പവർ മൊത്തം ഓഫായി. അവർക്ക് ചുറ്റും വിചിത്രമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ഈ സമയത്ത് സുയാറ്റോ ആ സാത്താനോട് കരഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്റെ മകനെ വിട്ടേക്ക്, ഇതവൻ അറിയാതെ ചെയ്തതാണ്. യോഗ വേഗം തന്നെ അച്ഛനെ ആ മുറിക്കകത്ത് പൂട്ടിയിട്ട് തന്റെ സഹോദരിയെ കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ഈ വീട് വിട്ട് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. കാരണം ആ സാത്താന്റെ കാവൽക്കാര് ഒരുപാട് പ്രേതങ്ങള് ആ വീടിനകത്തുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും പ്രേതങ്ങളാണ്. യോഗ ആ പ്രേതങ്ങളെയൊക്കെ കണ്ട് അലറി കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. എന്നാൽ നാദിയയ്ക്ക് ആ പ്രേത രൂപങ്ങളെയൊന്നും കാണാൻ വയ്യ. കാരണം ആ സാത്താന് വേണ്ടത് യോഗയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് നാദിയ പഠിക്കുന്ന സ്കൂളാണ് നമ്മളെ കാണിക്കുന്നത്. ക്ലാസ്സിലെ കുട്ടികളൊക്കെ പ്രോജക്റ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നാദിയാണെങ്കിൽ തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആടിന്റെ തലയുള്ള ആ സാത്താനെ കുറിച്ച്. ഈ സമയത്ത് സാറ് പ്രോജക്റ്റ് അവതരിപ്പിക്കാനായിട്ട് നാദിയെ ഒത്തിരി തവണ വിളിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അത് കേൾക്കുന്നില്ല. അതുകൊണ്ട് സാർ എന്താ ചെയ്യാന്ന് വെച്ചാല് നാദിയുടെ സിസ്റ്റം പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ നാദിയെ സെർച്ച് ചെയ്തോണ്ടിരുന്നത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കണ്ടു. അവരെല്ലാവരും ആടിന്റെ ശബ്ദം ഉണ്ടാക്കി അവളെ കളിയാക്കാനും തുടങ്ങി. സ്കൂളിലെ എവിടെ വെച്ച് കണ്ടാലും കുട്ടികളൊക്കെ അവളെ ആടിന്റെ ശബ്ദം ഉണ്ടാക്കി കളിയാക്കിക്കൊണ്ടേയിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് നാദിയ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇന്നലെ രാത്രി പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് ഇലക്ട്രീഷ്യന്മാർക്കും യാതൊരു പിടുത്തവുമില്ല. ഈ സമയത്ത് നാദിയയ്ക്ക് അച്ഛന്റെ ഷോപ്പില് ജോലി ചെയ്യുന്ന സത്യയുടെ ഫോൺ കോള് വരുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം സുയാറ്റോ ഷോപ്പിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ അന്ന് രാത്രിയായി. നാദിയ ഇപ്പൊ വീട്ടിലെ തനിച്ചാണ്. അച്ഛനും സഹോദരനും ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അവള് ഉടനെ തന്നെ യോഗയെ ഫോൺ ചെയ്ത് അച്ഛൻ ഷോപ്പിലേക്ക് പോവാത്തതും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നാദിയയുടെ ഫോണിലെ ചാർജും തീർന്നുപോയി. ഇനി ചാർജ് ചെയ്യാന്ന് വെച്ചാല് വീട്ടില് കറണ്ടും ഇല്ല. അവള് വേഗം തന്നെ തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി ഫോൺ ചാർജ് ചെയ്യാനായിട്ട്. അതായത് നാദിയ ഇപ്പൊ വീട്ടിലെ തനിച്ചാണ്. ഫോണും ചാർജ് ചെയ്യാം. അച്ഛനും സഹോദരനും വരുന്നത് വരെ അവൾക്ക് ആ വീട്ടില് കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യാം. ആ സ്ത്രീക്കാണെങ്കില്
നാദിയെ കണ്ട് ഒത്തിരി സന്തോഷായി. അതിനെന്താ, നിനക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാലോ. ആ സ്ത്രീ അവളെ ഫുഡ് കഴിക്കാനൊക്കെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. അവളത് കഴിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ആ സ്ത്രീ ഒരു കാര്യം പറയുന്നത്. സുയാറ്റോ കൊടുത്ത ആടിന്റെ ഇറച്ചിയാണ് ആ സ്ത്രീ അത്താഴത്തിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ടാ പിന്നെ നാദിയ ഫുഡ് കഴിക്കോ? അവൾ ആ ഫുഡ് കഴിക്കാനായിട്ട് തയ്യാറായില്ല. താൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് കള്ളം പറഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് തന്നെ യോഗ വീട്ടിലേക്ക് തിരിച്ചെത്തി. അത് നാദിയ കാണുന്നില്ല. അവൻ സഹോദരിയെ തെരഞ്ഞ് മുറിയിലേക്ക് ചെന്നപ്പോ നാദിയ മുറിയിലുണ്ടായിരുന്നില്ല. അവള് തൊട്ടടുത്ത വീട്ടിലാണെന്ന് യോഗയ്ക്ക് അറിയില്ലല്ലോ. എന്നാൽ ഈ സമയത്താണ് മുകളിൽ നിന്ന് നാദിയയുടെ കരച്ചില് കേൾക്കുന്നത്. അവനാകെ പേടിച്ചു പോയി തന്റെ സഹോദരിയെ തെരഞ്ഞ് അവൻ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിലേക്ക് ഓടിക്കേറി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഒരു സ്ത്രീ അവിടെ പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പേടിയോടെയാണെങ്കിലും അവൻ ശ്വാസം അടക്കി പിടിച്ച് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ഈ ഒരു കാഴ്ച കണ്ട് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എങ്ങോട്ടോടിയാലും ചുറ്റും പ്രേതങ്ങളാണ്. യോഗ മരണഭയത്തില് തന്റെ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് കണ്ണടച്ച് ഉറക്കെ കരയുന്നുണ്ട്. ഈ സമയത്താണ് നാദിയ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. നാദിയ ചേട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ കണ്ണു തുറന്നു നോക്കി. ഇപ്പോ ആ പ്രേതങ്ങളെയൊന്നും അവിടെ കാണാനില്ല. അന്ന് പാതിരാത്രിക്കാണ് സുയാറ്റോ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. കയ്യിലൊരു ആടുണ്ട്. നാദിയ ഓടിച്ചെന്ന് അച്ഛനോട് സങ്കടം പറയുന്നുണ്ട്. പാപ്പ, നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തെ? അതിന് സുയാറ്റോ പറയും, തനിക്കിന്ന് എവിടെയൊക്കെ തെരഞ്ഞു നോക്കിയിട്ടും ഒരു കറുത്ത ആടിനെ കിട്ടിയില്ല. ഒരു കണക്കിന് ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഈ ഒരു ആടിനെ കിട്ടിയത്. ഈ ഒരു കാര്യം കേട്ടതും നാദിയ അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കണം. യോഗയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സുയാറ്റോ പറയുന്നത്, ഒരിക്കലും ആ സാത്താനുമായുള്ള ഉടമ്പടി തെറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ എന്തൊക്കെ നടക്കുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. തന്റെ വൈഫിനെ രക്ഷിക്കാനായിട്ട് സുയാറ്റോ തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു. മരിക്കുന്നതിന് മുൻപ് മിർന തന്റെ 2 മക്കളോടും പറഞ്ഞിരിക്കുന്നത്, അച്ഛനോട് വഴക്കിടരുത്, അച്ഛൻ പറയുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ അനുസരിക്കണമെന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മുതലേ നാദിയും യോഗയും അച്ഛൻ പറയുന്ന കാര്യങ്ങള് കേൾക്കാനും അയാളെ ഈ റിച്വൽസ് ഒക്കെ ചെയ്യാനൊക്കെ സഹായിക്കാനും തുടങ്ങി. അവരാ ബലി കൊടുത്ത ആടിന്റെ തല വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടതും അടുത്ത സെക്കൻഡിൽ തന്നെ ആ വീട്ടിലെ പവർ ഓണായി. അടുത്ത ദിവസം നാദിയും യോഗയും അവരുടെ അയൽവാസികളുടെ വീടുകളിലേക്ക് പോയി. അവർ ഇന്നലെ രാത്രി ബലി കൊടുത്ത ആടില്ലേ, അതിന്റെ മീറ്റ് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അന്നൊരു ന്യൂ ഇയർ ഈവ് ആയിരുന്നു. നാദിയും യോഗയും അച്ഛനുമായി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവർക്കിടയില് ഇപ്പോ വഴക്കോ തർക്കങ്ങളോ ഇല്ല. അങ്ങനെ അന്നത്തെ അത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് യോഗ വസ്ത്രം മാറാനായിട്ട് തന്റെ മുറിയിലേക്ക് പോയി. അവൻ ജാക്കറ്റ് ഒക്കെ എടുത്ത് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് മുറിയിലെ അലമാര തനിയെ തുറന്നു വന്നു. അവനും അതത്ര കാര്യമാക്കിയില്ല. വേഗം ചെന്ന് അതിന്റെ ഡോർ ലോക്ക് ചെയ്തു. എന്നാലും അലമാരയുടെ ഡോറ് വീണ്ടും തനിയെ തുറന്നു വന്നു. കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവങ്ങളും ഈ വീടിനകത്ത് നടന്നിട്ടില്ല. ആകെ പേടിച്ചു പോയവൻ വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഡോറ് തുറന്നു. അപ്പതേ മുറിക്ക് വെളിയിലെ കൊമ്പും ആടിന്റെ തലയുള്ള ഒരു സാത്താൻ. ഇതേ സമയം തന്നെ അച്ഛനും മകളും ന്യൂ ഇയർ ആഘോഷിച്ച് വീടിന് പുറത്താണ്. ആ ബഹളത്തിനിടയിലെ അവർ ഈ കരച്ചിലും ബഹളങ്ങളൊന്നും കേൾക്കുന്നില്ല. 12 മണി കഴിഞ്ഞിട്ടും യോഗയെ പുറത്തേക്ക് കാണാതായപ്പോ നാദിയ ചേട്ടനെ വിളിക്കാനായിട്ട് വീടിനകത്തേക്ക് പോയി. നോക്കുമ്പോ യോഗയുടെ മുറിയിലെ ലൈറ്റൊക്കെ മിന്നുന്നുണ്ട്. വിളിച്ചിട്ട് അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. യോഗയുടെ മുറിയാകെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. അവനെ ആ മുറിയിൽ കാണാനുമില്ല. പെട്ടെന്ന് സീലിംഗിൽ പറന്നോണ്ടിരുന്ന യോഗ താഴേക്ക് വന്നു വീണു. ഈ ഒരു കാഴ്ച കണ്ട് നാദിയ ആകെ തകർന്നു പോയി. ഇതവൾക്ക് വിശ്വസിക്കാനേ വയ്യ. ആകെ പേടിച്ചു പോയി അവള് അച്ഛനെ വിളിച്ച് കരയുന്നുണ്ട്. ആ സാത്താനാണെങ്കില് യോഗയെ കൊല്ലാതെ കൊന്നോണ്ടിരിക്കുകയാണ്. നാദിയയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ സാത്താൻ യോഗയുടെ തല തറയിൽ അടിച്ചടിച്ച് അതിക്രൂരമായി തന്നെ ആ പയ്യനെ കൊന്നുകളഞ്ഞു. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ടിരിക്കല്ലാതെ അവൾക്ക് തന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം യോഗയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അയൽവാസികളൊക്കെ ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി. ഈ സമയത്ത് സുയാറ്റോ മകളോട് പറയും, നാദിയ, നീ വീടിന്റെ ഡോറ് ലോക്ക് ചെയ്യേ. അവരെ ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് പള്ളിയിലേക്ക് പോവാണ്. ആകെ തകർന്നു നിന്നിരുന്ന നാദിയ അച്ഛൻ പറഞ്ഞതുപോലെ ഡോർ അടയ്ക്കാനായിട്ട് ചെന്നതും വീടിനകത്ത് ഒരു പ്രേത
പ്രേതം അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അത് കണ്ടതും നാദിയ ആകെ തരിച്ചു നിന്നുപോയി. ആ സമയത്താണ് അവൾക്ക് യോഗ പറഞ്ഞ പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഈ വീടിനകത്ത് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും രൂപങ്ങൾ നീ കാണുകയാണെങ്കിൽ പേടിക്കരുത്, കണ്ണടയ്ക്കുക, 2 ചെവികളും പൊത്തിപ്പിടിക്കുക, 2 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കണം. അവള് യോഗ പറഞ്ഞതുപോലെ കണ്ണടച്ച് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചു നിന്നു. എന്നിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോ അവിടെ ആ പ്രേതരൂപത്തെ കാണാനില്ല. ഇത്രയും നാളും യോഗിയായിരുന്നു ഈ പ്രേതങ്ങളെയൊക്കെ കണ്ട് പേടിച്ചിരുന്നത്. എന്നാ ഇപ്പോ അവന്റെ മരണശേഷം ആ പ്രേതങ്ങളെയൊക്കെ നാദിയെ കാണാൻ തുടങ്ങി. അടുത്ത സീനില് നാദിയ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ ആകെ കിളി പാറിയൊരു അവസ്ഥയില് ആ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാടിന്റെ തല അവളുടെ മേശപ്പുറത്തേക്ക് വന്നു വീണു. അവളാകെ പേടിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്നാ അടുത്ത സെക്കൻഡിൽ തന്നെ ആടിന്റെ തല അവിടെ കാണാനില്ല. ആകെ പേടിച്ചറിഞ്ഞു പോയ നാദിയ ആങ്സൈറ്റിയുടെ ടാബ്ലറ്റ് എടുക്കാനായിട്ട് ലൈബ്രറിയിലേക്ക് ഓടി. ആ സമയത്താണ് തൊട്ടടുത്ത ക്ലാസ്സിലെ പയ്യൻ ബാസ്റ്റ നാദിയക്ക് എന്താണ് പറ്റിയെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് വരുന്നത്. ബാസ്റ്റ ഈ ലൈബ്രറിയിലെ ഒരു ഹെൽപ്പറാണ്. അവൻ പലപ്പോഴായിട്ട് നാദിയ ഒറ്റപ്പെട്ടിരിക്കുമ്പോ അവളോട് സംസാരിക്കാറുണ്ട്. സത്യം പറഞ്ഞ നാദിയോട് ആകെ സംസാരിക്കുന്നത് അത് ബാസ്റ്റ മാത്രമാണ്. എന്നാലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവര് തമ്മിലില്ല. അപ്പോ ബാസ്റ്റ് ചോദിക്കുന്നുണ്ട്, നീ ആരെ ഇങ്ങനെ ഭയക്കുന്നത്? നിനക്കത് ആരോടും പറയാൻ കഴിയില്ല, അതല്ല ആരോടത് ഷെയർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്താൽ മതി. അതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാനായിട്ട് മടിക്കുന്നത് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവോ, നമ്മളെപ്പറ്റി അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ കരുതിയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നോട്ട്ബുക്ക് നമ്മളെ കളിയാക്കില്ല, അത് നമ്മളെ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യില്ല. അന്ന് രാത്രി ബാസ്റ്റ പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നാദിയ തന്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് തന്നെ ആരോ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരോ കരഞ്ഞോണ്ട് അവളുടെ പേര് വിളിക്കുകയാണ്. നാദിയ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ആ കരച്ചില് കേൾക്കുന്നത് അച്ഛന്റെ സീക്രട്ട് മുറിയിൽ നിന്നാണ്. നാദിയ ആ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോ കാണുന്നത് ആടിന്റെ തലയുള്ള സാത്താൻ യോഗയുടെ ഡെഡ് ബോഡി വലിച്ചു കീറുന്നതാണ്. ഈ ഒരു കാഴ്ച കണ്ട നാദിയ അലറി കരഞ്ഞ് നിലവിളിച്ചു. അവൾ ആ മുറിക്ക് വെളിയിലെ ബോധം കെട്ട് വീഴുന്നുണ്ട്. അടുത്ത സീനില് നാദിയയ്ക്ക് ബോധം തെളിയുമ്പോ അവളുടെ 2 കൈകളിലും അവള് തന്നെ മാന്തി പറിച്ചു വെച്ചിരിക്കുക. സുയാറ്റോ ആ മുറിവുകളൊക്കെ കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. താൻ ആ സാത്താനെ കണ്ടു. നമ്മുടെ യോഗ ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് കണ്ണ് തുറന്ന ഉടനെ തന്നെ ആ മുറിയിൽ കണ്ട കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു. ഇത് കേട്ട് സുയാറ്റോ ആകെ ഷോക്കായി. ഇനി അടുത്തത് തന്റെ മകളാണെന്ന് അയാൾക്ക് മനസ്സിലായി. അടുത്ത ദിവസം അതിരാവിലെ തന്നെ സുയാറ്റോ തന്റെ മകളെയും കൊണ്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങോട്ടാണെന്ന് നാദിയക്ക് അറിയില്ല. ഈ സമയത്ത് അവള് കാറിലിരുന്ന് വെളിയിലേക്ക് നോക്കുമ്പോ കുറച്ച് പ്രായമായ ഒരു സ്ത്രീ അവളെ നോക്കിക്കൊണ്ട് വഴിയരികില് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യം അവള് അച്ഛനോട് പറയുന്നുണ്ടെങ്കിലും സുയാറ്റോ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവരെങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് കാട്ടുപാതയിലേക്ക് കാർ തിരിക്കുന്ന സമയത്ത് നാദിയ വീണ്ടും ആ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അവളാകെ ഷോക്കായി. ഈ സ്ത്രീ എങ്ങനെ ഇവിടെ വന്നു? സമയം ഇപ്പോ ഇരുട്ടി തുടങ്ങി. ഇപ്പോ കാട് ഏതാണ് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സമയത്ത് കാറിന്റെ ഫ്രണ്ടിലെ നാദിയ മുന്നേ കണ്ട സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ടാവും. ആ സ്ത്രീയെ നാദിയ മാത്രമേ കാണുന്നുള്ളൂ, സുയാറ്റോ കാണുന്നില്ല. ഇവളാണെങ്കിലേ ആ പ്രേതത്തെ കണ്ടാകെ പേടിച്ച് കാറ് നിർത്തുന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമായി കാറിന്റെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചു തിരിച്ച് കാർ ആക്സിഡന്റ് ആയി. അങ്ങനെ കാർ സ്റ്റോപ്പ് ആയതും നാദിയ പേടിച്ച് കരഞ്ഞ് തന്റെ കണ്ണുകളൊക്കെ അടച്ച് 2 ചെവികളും പൊത്തിപ്പിടിച്ചു. ആ പ്രേതരൂപം അവിടെ നിന്ന് മാഞ്ഞു പോവാനായിട്ട്. അവൾ ആ പ്രേതം പോയിന്ന് കരുതി കണ്ണു തുറന്നു. പുറത്ത് ആരെയും കാണാനില്ല. അവള് അച്ഛനെ തിരിഞ്ഞു നോക്കുമ്പോ അത് സുയാറ്റോ അല്ല, ആ പ്രേതമാണ്. നാദിയ പേടിച്ചെറിഞ്ഞ കാറിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഇപ്പോ ആ പ്രേതത്തിനെ കാറിനകത്ത് കാണാനില്ല. പ്രേതത്തെ മാത്രമല്ല നാദിയയുടെ അച്ഛനെയും കാറിനകത്ത് കാണാനില്ല. അവള് അച്ഛനെ തെരഞ്ഞ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആ കാടിനകത്ത് കൂടി ഓടാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം ചെല്ലുമ്പോ ഒരു മരച്ചുവട്ടില് ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അവള് പതിയെ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. എന്നാ അതൊരു മനുഷ്യനായിരുന്നില്ല, പ്രേതമായിരുന്നു. 1 അല്ല 2 അല്ല, ആ കാടിനകത്ത് നിറച്ചും പ്രേതങ്ങളായിരുന്നു. അവൾ ആ പ്രേതങ്ങളെ കണ്ട് പേടിച്ചോടുന്ന സമയത്ത് ഒരു കുട്ടി പ്രേതം അവളുടെ കാല് പിടിച്ചു വലിച്ച് താഴേക്ക് മറിച്ചിട്ടു. കുറെ പ്രേതങ്ങള് അവൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് നാദിയ മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ അവളിപ്പോ കാടിനകത്തെ ഒരു മന്ത്രവാദിയുടെ വീട്ടിലാണ്. തൊട്ടടുത്ത മുറിയിൽ നിന്ന് നാദിയയുടെ അച്ഛൻ ആരോടോ സംസാരിക്കുന്നത് കേൾക്കാം. സുയാറ്റോ ഏതോ ഒരു മന്ത്രവാദിയോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഷാമൻ അയാളെ
സഹായിക്കാൻ തയ്യാറായില്ല. ഈ സമയം കൊണ്ട് തന്നെ നാദിയ ആ വീടൊന്ന് ചുറ്റി നടന്ന് കാണുന്നുണ്ട്. നാദിയ ആ വീട്ടിലെ ഒരുപാട് ഫോട്ടോസ് കണ്ട് ഒത്തിരി ഷോക്കായി. അതെല്ലാം തന്നെ ഫാമിലി ഫോട്ടോസ് ആണ്. അവൾ ആ കാടിനകത്ത് ഒരുപാട് പ്രേതങ്ങളെ കണ്ടില്ലേ, അവരുടെ ഫോട്ടോസ്. ആ കൂട്ടത്തില് നാദിയയുടെ ഫാമിലി ഫോട്ടോയും ഉണ്ട്. അപ്പോഴേക്കും ആ മന്ത്രവാദിയും സുയാറ്റോയും ആ മുറിയിലേക്ക് വന്നു. ഇപ്പോ നാദിയ ആ മന്ത്രവാദിയോട് ചോദിക്കും, ഈ ഫോട്ടോസിലൊക്കെ ആകെ കറയാണല്ലോ, പക്ഷേ മറ്റു ചില ഫോട്ടോസിലൊന്നും ആ കറ പിടിച്ചിട്ടില്ലല്ലോ, അതെന്താ? അതിനെ ആ മന്ത്രവാദി പറയും, ഈ കറ പിടിക്കാത്ത ഫോട്ടോസിലെ കുടുംബത്തെയൊക്കെ താൻ ആ സാത്താനിൽ നിന്ന് രക്ഷിച്ചതാണ്. പിന്നെ സുയാറ്റോന്റെ ഫാമിലി ഫോട്ടോയ്ക്ക് കറ പിടിച്ചതുപോലെ കാണുന്നത് നിങ്ങൾ ആ സാത്താനുമായുള്ള ഉടമ്പടി തെറ്റിച്ചു. അതുകൊണ്ട് തന്നെ സുയാറ്റോ രണ്ടാമതും ആ സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. എത്രയൊക്കെ റിച്വൽസ് ചെയ്തിട്ടും മൃഗങ്ങളെ ബലി കൊടുത്തിട്ടും ആ സാത്താൻ തൃപ്തനായില്ല. അതിന് വേണ്ടത് നരബലിയാണ്. ഇപ്പോ പണത്തിനും നല്ല ജീവിത സൗകര്യത്തിനും വേണ്ടി സുയാറ്റോയ്ക്ക് തന്റെ മുഴുവൻ കുടുംബത്തെ തന്നെ നഷ്ടപ്പെടാൻ പോവാണ്. ഈ സമയത്ത് സുയാറ്റോ തന്റെ മകളോട് മാപ്പ് പറഞ്ഞ് കരയുന്നുണ്ട്. താൻ ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കും, അത് ഞാൻ നിനക്ക് വാക്ക് തരാം. അങ്ങനെ തിരിച്ച് അവര് വീട്ടിലെത്തി. സുയാറ്റോ തന്റെ സീക്രട്ട് റൂമിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് ഇനി ഒരിക്കലും ഈ ഒരു മുറി തുറക്കില്ല എന്ന് ഉറപ്പിച്ച് ആ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. തന്റെ കാറ് വിറ്റു, ഷോപ്പ് വിറ്റു, ആ പണമെല്ലാം ഒരു ഓർഫണേജിന് ഏൽപ്പിച്ചു. തന്റെ എല്ലാ സമ്പാദ്യവും വേണ്ടാന്ന് വെച്ചു. അന്ന് രാത്രി ചുമരിലെന്തോ വന്നിടിക്കുന്ന ശബ്ദം കേട്ടാണ് സുയാറ്റോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അയാള് മുറിക്ക് വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോ നാദിയ ചുമരില് തന്റെ തല ഇടിച്ചോണ്ടിരിക്കുകയാണ്. അവള് അച്ഛനെ കണ്ടതും പ്രേതം കയറിയതുപോലെ വല്ലാത്തൊരു ചിരിയാണ്. നാദിയ ഉടനെ തന്നെ തൊട്ടടുത്ത മുറിയിലേക്ക് ഓടി ചുമരിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. എന്നിട്ട് സുയാറ്റോയുടെ ദേഹത്തേക്ക് ഒരൊറ്റ ചാട്ടമാണ്. അച്ഛന്റെ കഴുത്തൊക്കെ പിടിച്ചു ഞെരിക്കുന്നുണ്ട്. അങ്ങനെ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സുയാറ്റോ മകളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ തന്നെ നാദിയയുടെ ബോധം നഷ്ടമായി. അടുത്ത സെക്കൻഡിൽ തന്നെ സുയാറ്റോ തന്റെ മകളെയും കൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി. തുടർന്നവര് ആ കാറിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. സഹായത്തിനായിട്ട് അവർ ആ ജാവ ഐലാൻഡിലെ കുറെ പേരുടെ അടുത്തേക്ക് പോയി. പക്ഷേ ആർക്കും അവരെ സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ 9 വർഷങ്ങളാണ് കടന്നുപോയത്. 2021 അവരൊരു ഗ്രാമത്തിലെ അഞ്ജൂക്ക് എന്ന മന്ത്രവാദിയെ കാണാനായിട്ട് എത്തി. സുയാറ്റോ നടന്ന കാര്യങ്ങളൊക്കെ ആ മന്ത്രവാദിനിയോട് പറഞ്ഞു. തനിക്കുള്ള എല്ലാ പണവും സമ്പാദ്യവും എല്ലാം താൻ ഉപേക്ഷിച്ചു. ഇത് കേട്ട് ആ മന്ത്രവാദിനി പറയും, നീ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വേണ്ടാന്ന് വെച്ചാലും അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നിനക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴികളുമില്ല. ഇതുകൊണ്ടൊന്നും ആ സാത്താനുമായുള്ള ഉടമ്പടി ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല. ഓരോ 10 വർഷം കൂടുന്തോറും ആ സാത്താനുമായി ഉടമ്പടിയുള്ള എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ മനുഷ്യന്റെയും ജീവൻ എടുക്കും, അതിക്രൂരമായി തന്നെ. 2002 സുയാറ്റന്റെ വൈഫ് മിർന മരണപ്പെട്ടു. 2012 യോഗ. ഇനി 2022 നാദിയ. അവളെയാണ് ആ സാത്താൻ കൊല്ലാൻ പോകുന്നത്. അതായത് ഈ വർഷത്തെ ന്യൂ ഇയറിന് നാദിയ മരണപ്പെടും. സുയാറ്റോ ആ സ്ത്രീയുടെ കാല് പിടിച്ച് കരഞ്ഞു നോക്കി. എന്നാലും ആ സ്ത്രീക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. തനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മന്ത്രവാദിനി അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇനി തങ്ങളെ ആരെ കൊണ്ടും സഹായിക്കാൻ കഴിയില്ല എന്നുറപ്പായതോടെ നാദിയും അച്ഛനും അവരുടെ യാത്ര അവസാനിപ്പിച്ചു. വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി എങ്ങോട്ടോടിയിട്ടും യാതൊരു കാര്യമില്ല. നാദിയ വർഷങ്ങൾക്ക് ശേഷം തന്റെ സുഹൃത്തായിട്ടുള്ള ബാസ്റ്റയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. അവള് അവനോടൊത്തിരി നന്ദി പറഞ്ഞു. കാരണം ഫ്രണ്ട്സ് അവളെ ഒറ്റപ്പെടുത്തിയപ്പോഴും കളിയാക്കിയപ്പോഴൊക്കെ ബാസ്റ്റ അവളെ സമാധാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നാദിയ എഴുതിയ ഡയറി അത് ബാസ്റ്റയ്ക്ക് കൈമാറി. ഒരുപക്ഷെ അവന് മാത്രമേ തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നവൾക്ക് തോന്നിയിരിക്കാം. അന്ന് രാത്രി ന്യൂ ഇയർ ഈവാണ്. നാദിയും അച്ഛനും അവസാനമായിട്ട് ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നുണ്ട്. ഇത് തന്റെ അവസാന നിമിഷങ്ങളാണെന്ന് നാദിയയ്ക്കറിയാം. ആകെ തകർന്നിരിക്കുന്ന സുയാറ്റോ ക്ലോക്കിലേക്ക് നോക്കി. ഇനി വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ തന്റെ മകള് ജീവനോടെ ഇരിക്കാൻ. നാദിയയ്ക്കറിയാം അടുത്ത നിമിഷം താൻ അതിക്രൂരമായി കൊല്ലപ്പെടും. അതൊരിക്കലും തന്റെ അച്ഛന്റെ കൺമുന്നിലാവരുത്. അതായിരുന്നു നാദിയയുടെ അവസാനത്തെ ആഗ്രഹം. മകളോട് എന്ത് പറയണോന്നറിയാതെ അവളെ തനിച്ചാക്കി സുയാറ്റോ ആ മുറിയിൽ നിന്ന് മാറി നിന്നു. ക്ലോക്കില് 12 മണി ആയതും ആ വീട്ടിലെ ലൈറ്റൊക്കെ ആകെ മിന്നാൻ തുടങ്ങി. നാദിയയുടെ പിന്നിലായി 2 കൊമ്പും ആടിന്റെ തലയൊക്കെ ആയിട്ട് ആ സാത്താനെ കാണാം. നാദിയ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ തന്റെ ദേഹത്തെ തൊലിയൊക്കെ മാന്തി പറിക്കാൻ തുടങ്ങി. എന്തിന് തന്റെ മുഖം പോലും അവള് പിച്ച് ചീന്തിയെടുത്തു. വേദന കൊണ്ട് അലറി കരയുന്നുണ്ട്. തന്റെ മകൾ ഇങ്ങനെ അതിക്രൂരമായ രീതിയിൽ മരിക്കുന്നത് കണ്ടുനിന്ന സുയാറ്റോ ചങ്ക് തകർന്ന് കരയാണ്. അടുത്ത സീനിലെ ബാസ്റ്റ നാദിയയുടെ ഡയറി വായിച്ചു നോക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ആ ഡയറിയിൽ
നാദിയ അവസാനമായിട്ട് അവനോട് പറയുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ഇനി അടുത്തൊരു ജന്മത്തിലെങ്കിലും തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ്. ആ ഡയറി വായിച്ച ഉടനെ തന്നെ ബാസ്റ്റ നാദിയയുടെ കുഴിമാടത്തിനടുത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേസമയം തന്നെ തന്റെ ഫാമിലിയെ നഷ്ടപ്പെട്ട് ആകെ തകർന്നു പോയ സുയാറ്റോ തന്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കാണ് വർഷങ്ങളായി. പെട്ടെന്ന് ആ വീടിനകത്ത് ആരോ നടക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാള് അതെന്താന്ന് ചെന്ന് നോക്കുമ്പോ വർഷങ്ങളായിട്ട് അടച്ചിട്ടിരുന്ന ആ സീക്രട്ട് ഡോറ് തനിയെ തുറന്നു വന്നു. ആ മുറിക്കകത്ത് അയാൾക്ക് തന്റെ കുടുംബത്തെ കാണാം. മിർന, നാദിയ, യോഗ. അവരെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ അയാള് 2-3 സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചതും അവരുടെ 3 പേരുടെ തല അത് ആടിന്റെ തലയായിട്ട് മാറി. അയാൾ ആ മുറിക്കകത്തേക്ക് കയറിപ്പോയി. ആ ഡോറ് ലോക്ക് ചെയ്യുന്നത് കാണിച്ചാണ് ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. താങ്ക്